ഇന്നുണ്ടല്ലോ തിക്കും തിരക്കുകളൊന്നുമില്ലാത്ത രാവിലെയാണ് കേട്ടോ. രാവിലെ എണീറ്റ് ഞാൻ ഫ്രിഡ്ജൊക്കെ തുറന്ന് ഞാൻ കുറച്ച് ചെറുപയർ മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെടുത്ത് ഞാൻ പുറത്ത് വെച്ച് വേവിച്ചിട്ട് പകുതി എടുത്തുള്ളൂ കേട്ടോ. പകുതി അങ്ങനെ തിരിച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെച്ചു കേട്ടോ, പാത്രത്തിലാക്കിയിട്ട്. കുറച്ചെടുത്തിട്ട് ഇന്ന് പുട്ടും ചെറുപയറും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനത് ചെറുപയറൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. കുക്കറിലിട്ടിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറടിച്ച് വെക്കണം കേട്ടോ. ഇതുപോലെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി നല്ല ടേസ്റ്റാണ്. ഞാനിങ്ങനെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച ചോറിനൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. പിന്നെ ഞാൻ ചിമ്മിയുടെ ഇത്തിരി പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇതാ പുട്ടൊക്കെ മിക്സ് ചെയ്ത് വെക്കുകയാണേ. പുട്ട് മിക്സ് ചെയ്ത് വെച്ചു. തേങ്ങയൊക്കെ അപ്പത്തിന് ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കറി ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിയണതാണ്. കുറച്ച് ചെറിയുള്ളി, ഒരു തക്കാളി, കുറച്ച് മല്ലിയില ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇങ്ങനെ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ് ഈ ചെറുപയർ കറി ഇങ്ങനെ വെച്ചാൽ കേട്ടോ. ചോറിനൊക്കെ നമുക്ക് കൂട്ടാവേ. പിന്നെ ഞാൻ പുട്ടൊക്കെ നിറയ്ക്കുന്നുണ്ട്. പുട്ടും കുറ്റിയിൽ നിറച്ചിട്ട് പുട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും ഇത്തിരി പുട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പുട്ടുണ്ടാക്കാൻ പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അങ്ങനെ ഞാൻ പുട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ പാൻ വെച്ചിട്ട് ആവശ്യത്തിന് ഇത്തിരി എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചിട്ട് കറിവേപ്പിനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഒന്ന് വാടി വന്ന് നമ്മുടെ തക്കാളി, ഇത്തിരി മല്ലിയില ഇട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഇത്തിരി തേങ്ങയും 2-3 ബദാമും ഇത്തിരി ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. എന്നിട്ട് നമ്മൾ പുട്ട് കുത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളൊരു കുറ്റി പുട്ടായിട്ടോ. എന്നിട്ട് നമ്മൾ ആ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തപ്പോൾ പാത്രത്തിൽ തികഞ്ഞില്ല കേട്ടോ. ചെറിയ പാന വെച്ചത്. അപ്പോൾ ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും കറണ്ടൊക്കെ ഒന്ന് പോയി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ചെറുപയറും പുട്ടൊക്കെ റെഡിയായി. ഞാനും മോനൊക്കെ പുറത്തിരുന്നിട്ട് തന്നെ വാരി കഴിക്കുക കേട്ടോ. എന്നിട്ട് അവനെ അംഗനവാടി കൊണ്ടാക്കണേ. അങ്ങനെ അവനെ അംഗനവാടിയിലൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഓൾ.